കർണാടകയിലെ NDA സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ തന്റെ ചിത്രം ഉപയോഗിച്ചതിനെക്കുറിച്ച് അറിയില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. JDS ദേശീയ നേതൃത്വവുമായി യാതൊരു ബന്ധവുമില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റി സ്വതന്ത്ര നിലപാടുമായി CPM-നൊപ്പം മുന്നോട്ടു പോകുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി 24-ഓട് പറഞ്ഞു. കർണാടകത്തിൽ BJP-യുമായി ബന്ധം വന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഐക്യകണ്ഠേന തീരുമാനത്തോ കർണാടക പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലാത്ത തീരുമാനമെടുത്തു. പിന്നെ അതിലിനി ഒരു പ്രത്യേക ചർച്ചയാവുന്ന ആവശ്യമില്ല. ഞങ്ങളുടെ ഫോട്ടോ വെച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഗാന്ധിജിൻ്റെ ഫോട്ടോ എല്ലാവരും വെക്കുന്നുണ്ട്. അതുപോലെ തന്നെയല്ലേ, അതുപോലെ ഞങ്ങൾ ഒരാൾ ഫോട്ടോ വെച്ചതിന് അതിനു വേണ്ടി ഇനിയിപ്പോൾ കേസ് കൊടുക്കാൻ ഞങ്ങൾക്ക് പോകണ്ടേ? അതൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളത് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് BJP-യുടെ നയവുമായിട്ട് ഒരിക്കലും യോജിക്കുന്നില്ല. നിഖിൽ പ്രമേഷ് ചെയ്തുണ്ട് പാലക്കാട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, ഈ NDA കർണാടകയിലെ പോസ്റ്റർ വിവാദത്തിലാണ് ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. JDS-ന് ദേശീയ നേതൃത്വവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ ഈ രണ്ടുപേരുടെയും മാത്യു ടി തോമസിനൊപ്പം കെ കൃഷ്ണൻകുട്ടിയുടെ ചിത്രം പോസ്റ്ററിൽ ഉണ്ട് താനും. എന്താണ്, ഏത് രീതിയിലാണ് പോസ്റ്റർ തള്ളിക്കൊണ്ട് മന്ത്രി നടത്തിയ പ്രതികരണം? ബംഗളൂരു റൂറൽ സ്ഥാനാർത്ഥി ഡോക്ടർ C മഞ്ജുനാഥിന്റെ പോസ്റ്ററിലാണ് LDF നേതാക്കളുടെ ചിത്രങ്ങളുള്ളത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി, മാത്യു ടി തോമസ് MLA എന്നിവരുടെ ചിത്രങ്ങളാണ് NDAക്കായി മത്സരിക്കുന്ന JDS സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയം ഇപ്പോൾ കോൺഗ്രസ് വലിയ രീതിയിൽ ആയുധമാക്കി മാറ്റുന്നുണ്ട്. LDF NDA BJP ബന്ധം എന്നൊക്കെ ആരോപിക്കുന്ന ഘട്ടത്തിൽ അതിനെ ശരിവെക്കാനാണ് കൂടുതലായും ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അതിനെ തള്ളിയാണ് ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കേരള JDS-ന് ദേശീയ തലത്തിൽ യാതൊരു ബന്ധവും NDA-യുമായി ഇല്ല എന്ന് വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിൽ ഈ പോസ്റ്റർ ഉപയോഗിച്ചതിനെ കുറിച്ച് തനിക്ക് അറിവില്ല. JDS ദേശീയ നേതൃത്വവുമായി യാതൊരു ബന്ധവും കേരള പാർട്ടിക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബന്ധം വിജയിച്ചതായി ദേശീയ നേതൃത്വത്തെ അറിയിച്ചതാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി സ്വതന്ത്ര നിലപാടുമായി CPM-നൊപ്പം മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറയുന്നുണ്ട്. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.